കങ്കണ റണൌട്ട് സംവിധാനം നിർവഹിച്ച് പ്രധാന വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് എമർജൻസി. വെള്ളിയാഴ്ചയാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തിയത്. 1975 മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ അടിയന്തരാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള ജീവചരിത്രപരമായ പൊളിറ്റിക്കൽ ത്രില്ലറാണ് ചിത്രം. ബോക്സ് ഓഫീസ് ട്രാക്കർമാരുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം എമർജൻസി ഇതുവരെ ബോക്സ് ഓഫീസിൽ 10 കോടിയാണ് ഗ്രോസ് കളക്ഷൻ നേടിയത്. കണക്കുകൾ പ്രകാരം എമർജൻസി റിലീസിന്റെ 4ാം ദിവസം ഇന്ത്യയിൽ ആകെ നേടിയത് 93 ലക്ഷം രൂപയാണ്. ഈ സിനിമയുടെ ഇതുവരെയുള്ള ഏറ്റവും കുറഞ്ഞ ഒറ്റ ദിവസത്തെ കളക്ഷനാണ് ഇത്. ഇതോടെ 4 ദിവസത്തിൽ 11.28 കോടി രൂപയാണ് ചിത്രത്തിന്റെ ആകെ കളക്ഷൻ. ചിത്രത്തിന്റെ ആദ്യദിന കളക്ഷൻ 2.5 കോടിയായിരുന്നു. പിന്നീടുള്ള ദിവസങ്ങളിൽ ചെറിയ വളർച്ച കാണിച്ചു. 2ാം ദിവസം യഥാക്രമം 3.6 കോടിയും 3ാം ദിനം 4.25 കോടിയും നേടി. എമർജൻസിയേക്കാൾ ഓപ്പണിംഗ് ലഭിച്ച ഒരു കങ്കണ ചിത്രം ഇതിനു മുൻപ് വന്നത് കോവിഡിന് മുൻപായിരുന്നു. 2020 ജനുവരിയിൽ എത്തിയ പങ്കയായിരുന്നു അത്. 2.70 കോടിയാണ് ചിത്രം ആദ്യ ദിനം നേടിയത്. അടിയന്തരാവസ്ഥാ കാലത്തെ ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന എമർജൻസിയിൽ ശ്രേയസ് തൽപാടെ, മിലിന്ദ് സോമൻ, മഹിം ചൗധരി, അനുപം ഖേർ തുടങ്ങി വലിയ താരനിരയാണ് അണിനിരക്കുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.